മമ്മൂക്കയും ഞാനുമായിട്ടുള്ള ബന്ധം സിനിമയിൽ ഞാൻ വരുന്നതിന് മുൻപേ ഉള്ള ബന്ധമാണ്. ഞങ്ങൾ കലാഭവൻ്റെ മിമിക്രി ആർട്ടിസ്റ്റുകളായി നടക്കുന്ന കാലത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അൻസാർ കലാഭവൻ്റെ ജ്യേഷ്ഠൻ ഷറഫുക്കയുടെ അടുത്ത സുഹൃത്തായ മമ്മൂക്കയെ ഞങ്ങൾക്കറിയാം. മിക്കവാറും ഞങ്ങൾ എറണാകുളത്ത് കാണാറുമുണ്ട്. അതിനുശേഷം മമ്മൂക്ക സിനിമയിൽ സ്ഫോടനം പോലുള്ള സിനിമകൾ, മേള മുതലായ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ കലാഭവനിൽ മിമിക്സ് പരേഡ് തുടങ്ങുന്നതും. ഈ മിമിക്സ് പരേഡിൻ്റെ ആദ്യ പ്രകടനത്തിന്, ഉദ്ഘാടന കളിക്ക് മമ്മൂക്ക ഗസ്റ്റായി വന്നിരുന്നു. അന്ന് മമ്മൂക്ക അറിയപ്പെടാൻ തുടങ്ങുന്ന ഒരു നടനായിരുന്നു. അന്ന് മമ്മൂക്ക കൂടെ കൊണ്ടുവന്നിരുന്നു ശ്രീനിവാസനെയും അന്ന് മിമിക്സ് പരേഡിൻ്റെ ഉദ്ഘാടന വേളയിൽ കാണാൻ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാനും ലാലും ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യും. അദ്ദേഹത്തോടൊപ്പം പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിരിക്കുമ്പോൾ ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ വരികയും, അതിനു മുൻപ് ഞങ്ങൾ ആലപ്പുഴയിൽ ഒരു മിമിക്സ് പരേഡിൻ്റെ ഒരു ഷോ നടക്കുമ്പോൾ ഫാസിൽ സാറിനെ നിർബന്ധപൂർവം, അന്ന് ആലപ്പുഴയിൽ ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന മമ്മൂക്ക ഫാസിൽ സാറിനെ നിർബന്ധപൂർവം വിളിച്ചുകൊണ്ടുവരികയും ഞങ്ങളുടെ പ്രോഗ്രാം കാണിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് അന്നു മുതലേ വളരെ അടുപ്പവും സ്നേഹവും കാണിക്കുന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് മമ്മൂക്ക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷമാണ് സഹസംവിധായകരായി പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും. ആ സിനിമയിൽ ഫാസിൽ സാറിൻ്റെ സംവിധാനത്തിലുള്ള ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ് ഫാസിൽ സാറിൻ്റെ പിതാവ് മരിക്കുന്നത്. പക്ഷെ ഓണത്തിന് സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ട് ആ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഫാസിൽ സാർ വീട്ടിലേക്ക് പോയ സമയത്ത് സിനിമയുടെ ഷൂട്ടിങ് ഇനിയും ബാക്കിയുണ്ടായിരുന്നത് തീർക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ക്യാമറ വയ്ക്കുന്നത് മമ്മൂക്കയുടെ മുഖത്താണ്. അതിപ്പോഴും മമ്മൂക്ക പറയും. റാംജി റാവു ആണ് ഞങ്ങളുടെ ആദ്യ സിനിമയെങ്കിലും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് ക്യാമറ വയ്ക്കുന്നത് ആദ്യം മമ്മൂക്കയുടെ മുഖത്താണ്. പൂവിന് പുതിയ പൂന്തന്നലിലെ 1-2 സീനുകൾ ഞങ്ങളാണ്, വാചികയുടെ നിർദ്ദേശാനുസരണം ഞങ്ങളാണത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ അത്രയും അടുപ്പമുള്ള മമ്മൂക്കയുമായി ഒരു പടം ചെയ്യുന്നത് ഹിറ്റ്ലർ വരുമ്പോഴാണ്. ആ ഹിറ്റ്ലർ, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ച ഹിറ്റ്ലർ പിന്നീട് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷമാണ് അത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. പക്ഷേ ലാല് പ്രൊഡ്യൂസ് ചെയ്യുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്വതന്ത്ര സംവിധായകനായി ഞാൻ ആദ്യം ചെയ്യുന്ന പടം മമ്മൂക്കയുടെ പടമാണ്. സിദ്ദിഖ് എന്ന സംവിധായകൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം ഹിറ്റ്ലറാണ്, മമ്മൂക്കയുടെ പടമാണ്. സിദ്ദിഖ് ലാൽ ചെയ്ത ആദ്യത്തെ ചിത്രം റാംജി റാവു സ്പീക്കിംഗ് ആണെങ്കിൽ, സിദ്ദിഖ് ചെയ്ത ആദ്യത്തെ ചിത്രം, ഒറ്റയ്ക്ക് ചെയ്ത ആദ്യത്തെ ചിത്രം ഹിറ്റ്ലറാണ്. അത്തരത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള, എന്ത് കാര്യത്തിനും വിളിച്ച് ചോദിക്കാൻ എനിക്കുള്ള ഫാസിൽ സാറിനെ പോലെ ഉള്ള മറ്റൊരു ജ്യേഷ്ഠ സഹോദരനാണ് മമ്മൂക്ക. മമ്മൂക്ക ഒരു സൂപ്പർ സ്റ്റാറല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ പോലെയാണ് മമ്മൂക്ക. ആ മമ്മൂക്കയുടെ ഒരുപാട് ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുക പതിവാണ്. എന്നും മമ്മൂക്കയോട് അഡ്വൈസ് ചോദിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടിച്ചെന്ന് സംസാരിക്കാനും അതിനൊരു പരിഹാരം ചോദിക്കാനും പറ്റുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരാൾ കൂടിയാണ് മമ്മൂക്ക. മമ്മൂക്കയും എന്നെ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. സ്വന്തം അനുജനെ പോലെയാണ് മമ്മൂക്കയും എന്നെ കരുതുന്നത്. ഈ ബന്ധം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകും. ഇപ്പോൾ മമ്മൂക്ക വെച്ച് ഞാൻ 2 പടങ്ങൾ ചെയ്തു, ഹിറ്റ്ലറും അതിനുശേഷം ക്രോണിക് ബാച്ചിലറും. പിന്നെ അതിനുശേഷം 6 വർഷത്തിന് ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴും ഇപ്പോഴും അതിനു മുൻപുമൊക്കെ ഒരേപോലെയുള്ള ബന്ധം പുലർത്തിപ്പോരുന്ന ഒരാളാണ് മമ്മൂക്ക ഞങ്ങളോട്. ആ സ്നേഹം ഇന്നുമുണ്ട്, ഇനി എന്നും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം മമ്മൂക്കയുടെ
സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. മമ്മൂക്കയായിട്ട് തന്നെ നിൽക്കും. മമ്മൂക്കയും ഞങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന് മറ്റൊരു ഉദാഹരണം പറയേണ്ട കാര്യമില്ല. കാരണം മമ്മൂക്ക വിളിച്ചാൽ ഇന്ത്യയിൽ ആരും വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരവസ്ഥയാണ്. മമ്മൂക്കയുടെ സ്വന്തം കമ്പനി ആരെ കൊണ്ട് വേണമെങ്കിലും മമ്മൂക്കയ്ക്ക് ഉദ്ഘാടനം ചെയ്യിക്കാം. പക്ഷേ മമ്മൂക്ക ഉദ്ഘാടനം ചെയ്യിച്ചത് എന്നെയും ലാലിനെയും കൊണ്ടാണ്. സിദ്ദിഖ് ലാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് മമ്മൂക്ക അവിടെ പ്രഖ്യാപിക്കുകയും തീരുമാനിക്കുകയും ഞങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതിൽ നിന്ന് തന്നെ ഞങ്ങളും മമ്മൂക്കയും തമ്മിലുള്ള ആത്മബന്ധത്തിന് തെളിവാണ്. ഈ ചെമ്പിലെ മുത്ത് മലയാളത്തിൻ്റെ സ്വത്താണ്. ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും.